അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നിങ്ങൾ ഹിജാബ് ഭയങ്കര പെർഫെക്റ്റായിട്ട് കുത്തിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വരുമ്പം അതേപോലെ തന്നെ നിങ്ങളെ കുത്തിയ അതേപോലെ തന്നെ നിങ്ങളെ ഹിജാബ് ഇപ്പോഴും ശരിയായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. അതിലൊരു സൊല്യൂഷൻ ഉണ്ട്. സോ നിങ്ങൾ ഒരു 6 മണിക്കൂറൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പം നിങ്ങൾ കുത്തിയ അതേപോലെ അതേ സെയിം എഫക്റ്റിൽ നല്ല പെർഫെക്റ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് വൃത്തിയിൽ ഒരുപാട് സമയം നിങ്ങളെ ഹിജാബ് നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ 3 ടിപ്പ് ആ 3 ടിപ്പ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞ് അത് നല്ല കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളെ ഹിജാബ് എപ്പോഴും നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുപാട് സമയം നീണ്ടു നിൽക്കും. സോ ഹിജാബ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ 3 ടിപ്പ് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ലാസ്റ്റ് പറയുന്ന ടിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. ആൻഡ് ബിഫോർ ദാറ്റ് നിങ്ങൾ എത്ര ഹിജാബ് നന്നായിട്ട് ഇട്ടാലും ഹിജാബ് ശരിയാവാത്ത ആൾക്കാരാണ്. ഹിജാബ് ഇടുന്നതിൽ ഇനിയും കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കോളാം. കാരണം ഡെയിലി ഹിജാബ് ഇടുന്നതിൽ നിങ്ങൾക്ക് ഓരോരോ ടിപ്പ് പറഞ്ഞു തരാൻ നമ്മളുടെ ഈ ചാനൽ എപ്പോഴും റെഡി ആയിരിക്കും. സോ അത് എനിക്കൊരു ഹെൽപ്പും ആവും, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റായിട്ട് ടിപ്പ് നമ്പർ 1. ആദ്യത്തെ ടിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹിജാബ് എടുത്ത് നമ്മൾ കഴുത്തിൽ വിരിച്ചിട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കഴുത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് പിന്നെ കുത്തുന്നുള്ളതാണ്. സോ ഒരു ഷോർട്ട് പോർഷനും ഒരു ലോങ് പോർഷനും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ തലയിലൂടെ അത് വിരിച്ചിട്ടിട്ട് നമ്മൾ കഴുത്തിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ പിന്നെ കുത്തുമ്പോൾ ആ പോയിൻ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ മാക്സിമം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹിജാബ് മുന്നോട്ട് പോരാത്ത രീതിയിലും ബാക്കോട്ട് ഒരുപാട് താഴ്ന്നു പോകാത്ത രീതിയിലും നല്ല രീതിയിൽ കറക്റ്റ് സൈസിലെടുത്തിട്ട് നമ്മൾ കറക്റ്റ് നല്ല വലിച്ച് ടൈറ്റായിട്ട് നല്ല കട്ടിയുള്ള പിന്നെടുത്ത് കുത്തണം. നമ്മളുടെ ഹിജാബ് പിൻസ് ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കട്ടിയുള്ള മോഡൽ പിന്നാണ് ഇതിന് നല്ലത്. സേഫ്റ്റി പിന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുക, മുട്ടുസൂചി ഇവിടെ യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് പിൻസ് യൂസ് ചെയ്യുക. എന്തായാലും നല്ല കട്ടിയുള്ള തീരെ അഴിഞ്ഞു പോരാത്ത രീതിയിലുള്ള കട്ടിയുള്ള പിന്നെടുത്ത് നല്ല ടൈറ്റായിട്ട് വേണം നമ്മളുടെ കഴുത്തിൻ്റെ താഴ്ഭാഗത്ത് ഈ പിന്ന് കുത്താൻ. ഈ പിന്ന് കുത്തിയതിന് ശേഷം നമ്മളുടെ ഹെഡിൻ്റെ മേലെ നമ്മളുടെ ഹിജാബ് ഒന്ന് അടിഭാഗത്തേക്കായിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ടൈറ്റായിട്ട് നിൽക്കും. അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ താടി ഭാഗം തുടങ്ങുന്ന സ്ഥലത്ത് കുത്തിയാൽ ആ പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് ആ പിന്നെ അവിടുന്ന് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താടി ഭാഗത്ത് നിന്നും നല്ലോണം അടിയിലേക്ക് ഇറക്കിയിട്ട് കഴുത്തിൻ്റെ സെൻറ്ററിൽ നല്ലോണം വലിച്ച് ടൈറ്റാക്കിയിട്ടാണ് ആ പിന്ന് കുത്തേണ്ടത്. ആ പിന്ന് ഫസ്റ്റത്തെ പിന്നല്ലേ, അതാരും കാണില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് ശ്രദ്ധയില്ലാതെ കുത്തുമ്പോഴാണ് നമ്മളെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ പിന്ന് അവിടുന്ന് നീങ്ങിപ്പോവുകയും ചെയ്യുന്നത്. സോ ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 2. ഹിജാബ് ഇടുമ്പം അത് ഒരുപാട് നേരം നിൽക്കണമെങ്കിൽ നമ്മൾ കുത്തുന്ന പിന്നുകൾ നല്ല ഷാർപ്പായിരിക്കണം. അത് നല്ല കറക്റ്റ് ടൈറ്റിൽ കുത്തണം. അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമ്മൾ ഈ മർമ്മപ്രധാനമായിട്ടുള്ള പോയിൻറ്റുകൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു പോയിൻറ്റിൽ കുത്തിയാൽ ഒരുപാട് നേരം അത് വൃത്തികേടാവാണ്ടിരിക്കും. കാരണം നമ്മളുടെ ഹെഡ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കും. നമുക്കതിട്ട് ഒരുപാട് ആക്ടിവിറ്റി ചെയ്യേണ്ടി വരും ഹിജാബ് ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിയുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഹിജാബ് പോരാതിരിക്കണമെങ്കിൽ കുത്തുന്ന പിന്നുകൾ അതിൻ്റെ ഷേപ്സും നമ്മൾ പെർഫെക്റ്റ് ആക്കിയാൽ മതി. സോ അങ്ങനെ പിന്നെ നമ്മളെ മുടിയിൽ നമ്മളിപ്പോൾ ഹിജാബ് ഒരു വട്ടം ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് പിന്ന് കുത്തുമ്പോഴൊക്കെ ഹിജാബും നമ്മളുടെ ഹെയറും കൂടി മിക്സ് ചെയ്യുന്ന സ്ഥലത്ത് പിന്നുകൾ അധികം നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ മുട്ടുസൂചി കുത്തുകയാണെങ്കിലും അത് അധികം പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടും പിന്നെ നമ്മളുടെ മുന്നിലെ ഹെയർ, നമ്മളുടെ ചെറിയ ഓമന മുടി എന്നൊക്കെ പറയുന്ന മുന്നിലെ ഹെയറൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നല്ലൊരു സോഫ്റ്റ് കോട്ടൻ്റെയോ അല്ലെങ്കിൽ സാറ്റിൻ ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെയോ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അണ്ടർ സ്കാർഫ് യൂസ്
ചെയ്യുന്നത് എപ്പോഴും ഹിജാബിന് ഭയങ്കര മെറിറ്റാണ്, നമുക്ക് നല്ല കവറേജും കിട്ടും. സോ അണ്ടർ സ്കാർഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കവറേജിൻ്റെ കൂടെ പിന്നുകൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കുത്താനും നമുക്ക് കഴിയും, ഹിജാബ് ഒരിക്കലും പോരാതെ. സോ നിങ്ങൾ സാറ്റിൻ്റെയോ അല്ലെങ്കിൽ സോഫ്റ്റ് കോട്ടൺ ബ്ലെൻഡ് ചെയ്ത മെറ്റീരിയലിൻ്റെയോ അതാകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കട്ടിയില്ലാത്ത രീതിയിലുള്ള നല്ല കവറേജ് കിട്ടുന്നൊരു അണ്ടർ സ്കാർഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പിന്നെ അതിൻ്റെ മേലൂടെ വരുന്ന സമയത്ത് ഹെയറിൻ്റെ മേലൂടെ വരുന്നതിനേക്കാളും നല്ല രീതിയിൽ അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും. സോ മസ്റ്റായിട്ടും ഒരു അണ്ടർ സ്കാർഫ് നിങ്ങളുടെ ഹിജാബിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് നമ്പർ 3. ഈ പോയിന്റ് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഹിജാബ് എടുത്തിട്ട് ഫസ്റ്റത്തെ ഒരു ലെയർ നമ്മൾ കഴുത്തിൻ്റെ അടിഭാഗത്ത് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയാണോ കുത്തുന്നത് അതിൻ്റെ നേരെ മേലെ നമ്മളുടെ ഹെഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളൊരു മുട്ട് സൂചി നല്ല ടൈറ്റായിട്ട് കുത്തിയിരിക്കണം. അങ്ങനെ ടൈറ്റായിട്ട് ഒരു മുട്ട് സൂചി നമ്മൾ കുത്തിയാൽ പിന്നെ ആ ഷോള് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയില്ല. ഇനി നിങ്ങൾക്ക് ഒരു മുട്ട് സൂചിമേൽ അത് ഒതുങ്ങുന്നില്ലെങ്കിൽ അവിടെ 2 മുട്ട് സൂചി കുത്തിയാലും കുഴപ്പമില്ല. ആ ഒരു പോർഷനിൽ നമ്മൾ കുത്തുന്ന മുട്ട് സൂചിയാണ് നമ്മളുടെ ഹിജാബ് എത്ര നേരം നമ്മളുടെ ഹെഡിൽ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. സോ അണ്ടർ സ്കാർഫ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അണ്ടർ സ്കാർഫിൻ്റെ ഉള്ളിലൂടെ നല്ല ടൈറ്റായിട്ട് ഒരു മുട്ട് സൂചി നമ്മളുടെ തലയുടെ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് രണ്ടാമത്തെ ലെയറൊക്കെ എടുക്കുന്നതിൻ്റെ മുന്നേ ഒരു ലെയർ എടുത്തിട്ട് ആ ലെയർ നീങ്ങിപ്പോവാത്ത രീതിയിൽ കറക്റ്റ് ഹെഡിൻ്റെ മുകൾ ഭാഗത്തെ സെൻറ്റർ പോർഷനിൽ നമ്മളൊരു മുട്ട് സൂചി കറക്റ്റായിട്ട് കുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഷോളിൻ്റെ ഫസ്റ്റ് ലെയർ അവിടെ സേഫാണ്. ആ ഒരു ഫസ്റ്റ് ലെയർ പിന്നെ ഇളകി കളിക്കൊന്നുമില്ല. ഹിജാബ് ഒരുപാട് നേരത്തേക്ക് കേടുവരാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. ഈ ഒരു പോയിന്റിലാണ് ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മുട്ടുസൂചി നല്ല വലിച്ച് ടൈറ്റിൽ കുത്തണം. നീളമുള്ള മുട്ടുസൂചി എടുക്കുന്നതാണ് നല്ലത്. സോ ഈ ഒരു പോയിൻ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾ മുട്ടുസൂചി കുത്തുമ്പം അത് കറക്റ്റ് സെൻട്രൽ പോയിന്റിലായതുകൊണ്ട് തന്നെ അതവിടെ ഫിക്സ് ചെയ്ത് നിൽക്കും. എത്ര നേരത്തേക്ക് വേണമെങ്കിലും അതിന് ലാസ്റ്റിംഗ് കിട്ടും. സോ ഈ ഒരു പോയിന്റിലും നിങ്ങളുടെ കഴുത്തിൻ്റെ അടിഭാഗത്തും നല്ല കറക്റ്റായിട്ട് വലിച്ച് പിന്നു കുത്തിയിട്ട് നിങ്ങൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എത്ര നേരത്തേക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഹിജാബ് കേടുവരാതിരിക്കും. നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. കുത്തുമ്പോൾ നല്ല വലിച്ചിട്ട് പെർഫെക്റ്റായിട്ട് പിന്ന് കുത്താൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ലാസ്റ്റിംഗ് കിട്ടുള്ളൂ. മുട്ടുസൂചി എങ്ങനെയാണ് ഈ ഒരു കറക്റ്റ് സെൻറ്റർ പോർഷനിൽ കറക്റ്റായിട്ട് കുത്തേണ്ടത്, അത് ഒരുപാട് നേരം നിൽക്കാൻ വേണ്ടിയിട്ട് മുട്ടുസൂചി കുത്തേണ്ടതിനൊരു രീതിയുണ്ട്. ഹിജാബ് പിന്നെ നമ്മൾ കുത്തേണ്ടതിനൊരു രീതിയുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹിജാബ് പിന്നെ ഷാർപ്പായിട്ട് കുത്തേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ ആ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ കൊടുക്കാം. നിങ്ങൾ കമൻറ്റ് ബോക്സ് സെർച്ച് ചെയ്യുക, എന്നിട്ട് ആ വീഡിയോ കാണുക. ശരിക്ക് ഇറക്കി കയറ്റി നമ്മളുടെ അണ്ടർ സ്കാർഫിൻ്റെ കൂടെയാണ് നമ്മൾ മുട്ടുസൂചി പിൻ ചെയ്യേണ്ടത്. സോ പിൻ ചെയ്യൽ അറിയില്ലെങ്കിൽ ആ ഒരു വീഡിയോ മസ്റ്റായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹിജാബ് കൂടുതൽ നേരം നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് നിൽക്കാൻ പറ്റും. വീഡിയോ ഉപകാരമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.